ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് എഴുതുന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ സംസാരിക്കുന്ന സിനിമയുടെ പേരാണ് ദുരന്തർ 2 അല്ലെങ്കിൽ ദുരന്തർ ദ റിവെഞ്ച്. ഇതിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ദുരന്തർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടും അത് കണ്ടവർക്കറിയാം, എനിക്ക് ഭയങ്കരമായിട്ട് ആവറേജ് വാച്ചായിട്ട് ഫീൽ ചെയ്തൊരു സിനിമയാണ് ദുരന്തർ ഫസ്റ്റ് പാർട്ട്. അത് പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ദുരന്തർ. പക്ഷേ എനിക്ക് ഫസ്റ്റ് പാർട്ട് ആവറേജ് വാച്ച് ഇൻ ദ സെൻസ് ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്, ബട്ട് എനിക്ക് ഭയങ്കര ഒരു ആവറേജ് ഫീലായിട്ട് തോന്നിയൊരു സിനിമയാണ്. പക്ഷേ ദുരന്തർ പാർട്ട് 2 ഞാൻ ഇന്നലെയാണ് പോയി കണ്ടത്. ഇറ്റ് വാസ് എ ബ്ലാസ്റ്റ് മാൻ. കാരണം ഞാനൊരു പ്രിജുഡൈസോടെ പോയി ഇരുന്നൊരു സിനിമയാണ് ആക്ച്വലി ഇത്. ഓക്കെ, 4 മണിക്കൂർ പടം എങ്ങനെ വരുന്നു എന്നൊന്നും അറിയുന്നില്ല. പക്ഷെ ഫ്രം ദ ഫസ്റ്റ് സീൻ, ആദ്യത്തെ സീനിൽ നിന്ന് ടിൽ ദ ലാസ്റ്റ് സീൻ ഓഫ് ദ മൂവി, ഈവൻ ഇതിനകത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടെന്നും പറഞ്ഞു. സോ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരെ ഇരുന്ന് എനിക്കൊരു മൊമെൻ്റ് പോലും ബോറടിപ്പിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് നല്ല എൻ്റർടൈൻഡ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ദുരന്തർ 2 ദ റിവെഞ്ച്. ബുക്ക് മൈ ഷോയിലൊക്കെ ബ്ലാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് തോന്നുന്നു ചില സമയത്തൊക്കെ 1.5 ലക്ഷം ടിക്കറ്റ്സൊക്കെ പെർ അവർ. എനിക്കൊന്ന് കാന്താര 2 പോലും ആ ഒരു ലെവലിൽ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗ് വന്നത്. എനിക്കൊരു 90,000 ടിക്കറ്റ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദ വേ ദുരന്തർ ഈസ് മേക്കിംഗ് വേവ്സ് അറ്റ് ബുക്ക് മൈ ഷോ ഈസ് ലൈക്ക് എനിത്തിങ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ബിക്കോസ് നമുക്ക് ഈ സമയത്ത് ദുരന്തർ 2 ഉണ്ട്, ആട് 3 ഉണ്ട്, ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറഞ്ഞൊരു തെലുങ്ക് പടമുണ്ട്, അതെനിക്ക് കാണാൻ പറ്റില്ല. യൂത്ത് എന്ന് പറഞ്ഞൊരു തമിഴ് പടമുണ്ട്. ഇതിനെല്ലാം നല്ല രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട്. ആട് 3 ആണെങ്കിലും യൂത്ത് ആണെങ്കിലും ദുരന്തർ ആണെങ്കിലും എല്ലാത്തിനും അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് മേക്കിംഗ് വേവ്സ് അറ്റ് ദ ബോക്സ് ഓഫീസ്. സോ ഇറ്റ്സ് റിയലി ഗുഡ് ടു ഹിയർ ദാറ്റ് ഓൾ ദ മൂവീസ് ആർ റണ്ണിങ് ഗുഡ്. സോ ദുരന്തറിലോട്ട് വരുമ്പോഴത്തേക്ക് ദുരന്തർ പാർട്ട് 1 എവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്നാണ് പാർട്ട് 2 തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ദുരന്തർ പാർട്ട് 1 നടന്ന ഇൻസിഡൻറ്റിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കാണിച്ചു തരുന്നത് രൺവീർ സിംഗിൻ്റെ ഒരു ഏർലി പാസ്റ്റാണ്. പാസ്റ്റൊക്കെ പുള്ളിയുടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മാനറിസം ആണെങ്കിൽ ടു മൈ ബെസ്റ്റ് ഓഫ് മൈ നോളജ് പുള്ളി ആ ഒരു AK-47 ഒക്കെ എടുത്ത് പുള്ളി ഓരോ കോമ്പാറ്റ്, മാൻ ടു മാൻ കോമ്പാറ്റൊക്കെ ചെയ്യുന്നത് നമുക്ക് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ആക്ച്വലി അക്ഷയ് ഖന്ന വാസ് ദ സ്റ്റാർ ഓഫ് ദാറ്റ് മൂവി. രൺവീർ സിംഗ് എവ്രി വൺ ഡിഡ് ഗുഡ്, ബട്ട് അക്ഷയ് ഖന്ന. ബട്ട് ദിസ് മൂവി ഈസ് രൺവീർ സിംഗ്സ് ഷോ ഓൾ ദ വേ. രൺവീർ സിംഗ് ആണ് ഇതിനകത്ത് ഫ്രം ദ ഫസ്റ്റ് സീൻ ടിൽ ദ എൻഡ്. രൺവീർ സിംഗ് ആണ് ഇതിനകത്ത് ഹിറ്റിലായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. രൺവീർ സിംഗിനെ കൂടാതെ കഴിഞ്ഞ പാർട്ട് 1 കണ്ടവർക്കറിയാം, ഇതിൽ അർജുൻ റാംപിളുണ്ട്, സാറ അർജുൻ, അങ്ങനെ മാധവൻ സർ, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരുപാട് നല്ലൊരു കാസ്റ്റുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ദുരന്തർ 2. ഞാൻ എവ്രി വൺ, ഒരാൾ പോലും ഇതിനകത്ത് മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു മിസ്കാസ്റ്റായിട്ട് തോന്നാത്തൊരു സിനിമയാണ് ആക്ച്വലി ദുരന്തർ 2. അതിലെ മ്യൂസിക് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ക്യാമറ വർക്കൊക്കെ കിഡിലുമാണ്. എനിക്ക് മ്യൂസിക്കും ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നതാണെങ്കിൽ ഒക്കെ കിഡിലാണ്. നല്ല ട്വിസ്റ്റുകളുണ്ട്. ആ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് അറിയാം, ബഡേ സാബ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ അത് ആരായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു ഈ സിനിമ കാണാൻ പോകുന്നു. അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു വലിയ സ്റ്റാറാണെന്നാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച കോൺസെപ്റ്റൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുള്ളി ഒരു പുതിയ, നമുക്ക് റിയൽ ലൈഫിൽ അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരാളെയാണ് പുള്ളി ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവോടെ ഈ സിനിമ കാണാതിരിക്കുക. കാരണം ഇതൊരു ഫിക്ഷണൽ വർക്കാണ്. ഇതൊരു ട്രൂ ഇൻസിഡൻസോ അല്ലെങ്കിൽ ഒരു ട്രൂ ലൈഫ് ഇൻസിഡൻസോ ഒന്നുമല്ല. പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടില്ല, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു വിഷൻ പുള്ളി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ സിനിമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നല്ലാതെ നമ്മളതിൻ്റെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇതാണ് നടന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു
ടു മൈ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. പക്ഷേ പുള്ളിയുടെ ഒരു വിഷൻ അതിനെ നമ്മൾ തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം പുള്ളിയുടെ ഒരു വിഷൻ നമുക്ക് ഈ സിനിമയിലൂടെ പുള്ളി കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ അത് ഓക്കെ, നമുക്ക് സിനിമാറ്റിക്കായിട്ട് ഒരു സിനിമയായിട്ട് നമുക്ക് കാണാൻ അത്രേ ഉള്ളൂ. എന്താ പറയുക, സിനിമയാണ്, അത്രേ ഉള്ളൂ. അത് നല്ല വൃത്തിക്ക് ആദ്യത്തെ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈസ് എ വെരി ഗുഡ് ഡയറക്ടർ. പിന്നെ നല്ല പുള്ളിയുടെ ആ വിഷൻ പുള്ളി കറക്റ്റായിട്ട് നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ദുരന്തർ ഒന്നുകൂടെ കണ്ടാലും ഞാനൊരു തോട്ട് വന്നു. കാരണം ചിലപ്പം ആ സമയം അല്ലെങ്കിൽ ആ ഒരു ഫീൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും ആ സിനിമ ഇഷ്ടപ്പെടാമെന്ന് എനിക്കിപ്പോൾ തോന്നി. കാരണം ദുരന്തർ 2 എനിക്കൊന്ന് ഫൈറ്റ് സീക്വൻസസ് ഒക്കെ കൂടുതലാണ്. പാർട്ട് 1 ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും നല്ല കൂടുതലുള്ളൊരു സിനിമയാണ്. ഇതിൽ അവസാനമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. പോളി മാൻ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ട്വിസ്റ്റായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. പിന്നെ ഞാൻ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, പുള്ളി അന്നേരം അതിൽ 45 വർഷമായിട്ട് പാകിസ്ഥാനിൽ ഇന്ത്യക്ക് വേണ്ടി സ്പൈ ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവസാനം രൺവീർ സിംഗിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അതൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ട്വിസ്റ്റാണ്. ഇറ്റ് വാസ് റിയലി ഗുഡ്. ദുരന്തർ 3 ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ മൂവി വാസ് റിയലി ലിറ്റ്. ആൻഡ് ഞാനിവിടെ വായിച്ചത് ഇനി അടുത്ത ദുരന്തറിൻ്റെ ഒരു പാർട്ട് വരാൻ വളരെ പാടാണ്. ആൻഡ് ഇവൻ ആദ്യത്തെ സെഡ് ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സോ അടുത്തൊരു സിനിമ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. കാരണം ഇത്രയും വലിയൊരു സിനിമ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഭയങ്കര സർപ്രൈസിങ് അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിങ് അല്ലെങ്കിൽ ഭയങ്കര സർപ്രൈസിങ് ഫാക്റ്റായിട്ട് തോന്നി. 4 മണിക്കൂറുള്ള സിനിമ ഇത്രയും എൻ്റർടൈൻഡായിട്ട് പാക്ക് ചെയ്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും ഈ സിനിമ ഇത്രയും ഉണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ, എനിക്കൊരു ഫസ്റ്റ് ഹാഫ് 2 മണിക്കൂറാണ്. ഇത്രയും നമുക്ക് ഒരു സീൻ പോലും, പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും പുള്ളി രൺവീർ സിംഗ് ഹാസ് പുള്ളി എന്താ പറയുക, എല്ലാം പുള്ളി ഇട്ടിട്ട് അഭിനയിച്ചൊരു പടം എന്ന് പറയാനൊരു സിനിമ. വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക്. രൺവീർ സിംഗ് ഇതിനു മുമ്പ് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. ബാജിറാവ് മസ്താനി ആണെങ്കിലും രാംലീല എന്ന് പറയുന്ന സിനിമയാണെങ്കിലും ഇവൻ 83 ഇറ്റ് വാസ് എ ബോക്സ് ഓഫീസ് ഫ്ലോപ്പ്, ബട്ട് ഹിസ് പെർഫോമൻസ് വാസ് ഗുഡ്. സോ ദിസ് ഈസ് ഓൾ രൺവീർ സിംഗ് ഷോ. പിന്നെ എനിക്കൊരു ചെറിയൊരു അത് പോരായ്മയൊന്നുമല്ല ചിലപ്പം, കാരണം അർജുൻ റാംപിളാണ് ഇതിനകത്തെ വില്ലൻ, അല്ലെങ്കിൽ അർജുൻ റാംപിളാണ് ഇതിനകത്തൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ. അക്ഷയ് ഖന്ന ആ സിനിമയിൽ നമുക്കൊരു നമ്മൾ തോന്നും ഇത് പുള്ളി, കാരണം അത്രയും സ്വാഗോടെയാണ് പുള്ളി വരുന്നത്, പുള്ളിയുടെ ഒരു കഥയും. അപ്പം നമുക്ക് ആ ഒരു അക്ഷയ് ഖന്നെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സിൽ നമുക്കും ഒരു തോന്നലാണ്, കാരണം എങ്ങനെയാണ് ഇനി അക്ഷയ് ഖന്നെ എന്താ പറയുന്നത് തകർക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പുള്ളിയെ തകർക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളൊരു തോട്ട് നമുക്കിപ്പോഴും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഒരു സിമ്പിൾ ഫൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് അർജുൻ റാംപിൾ ആ ഒരു ബിൽഡപ്പ് കിട്ടിയില്ല എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നു. സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. മൊത്തത്തിൽ അടിപൊളി പടം. നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. 4 മണിക്കൂർ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ ദുരന്തം എന്ന് പറഞ്ഞ സിനിമയുടെ വീഡിയോയിൽ പറഞ്ഞു. 4 മണിക്കൂറുണ്ട്, അത് ഭയങ്കര ഒരു ഡ്യൂറേഷനായിട്ട് തോന്നുന്നു. പക്ഷേ ദുരന്തർ 2ൻ്റെ കേസിൽ 4 മണിക്കൂറൊന്നും ഒരു ഡ്യൂറേഷനേ ആയിട്ട് തോന്നില്ല. സമയം പോകുന്ന അറിയത്തില്ല. ഓരോ മൊമെൻറ്റും, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഡെപ്താണ്. ഇമോഷണൽ മൊമെൻറ്റ്സ് നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ആക്ഷൻ നല്ല കിട്ടിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മാസ് മൊമെൻറ്റ്സ് നല്ല കിട്ടിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്കോറിങ് നല്ലതാണ്, എഡിറ്റിംഗ് നല്ലതാണ്, ക്യാമറ വർക്ക് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. സോ ആസ് എ ഹോൾ ദ മൂവി ഈസ് ഗ്രേറ്റ്. സോ ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇതെല്ലാം തിയേറ്ററിൽ വാച്ച് ചെയ്യുക. മാത്രമുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും, നമ്മുടെ ഫാമിലി ഒന്ന് എക്സ്പാൻഡ് ആവട്ടെ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.